ഹായ് ഡിയേഴ്സ്, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അടയാണ് അച്ഛൻ പ്രിപ്പയർ ചെയ്യുക. കാരണം അച്ഛൻ രാവിലെ പറഞ്ഞു അച്ഛൻ തന്നെ ചെയ്തു തരാമെന്ന്. അങ്ങനെ നമ്മൾ അടയാണ് ഉണ്ടാക്കുന്നത്. തേങ്ങയൊക്കെ തിരുകി കൊടുത്തതിനകത്ത് ശർക്കര ചീകിയിടുവാണ്. ശർക്കരയും തേങ്ങയും വെച്ചിട്ടുള്ള അടയാണ്. ചിലർ ഈ ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ശർക്കരയും തേങ്ങയും വെച്ചിട്ടാണ് ഈ അട ഉണ്ടാക്കുന്നത്. ഗോതമ്പടയാണ്, അരിയടയും ഗോതമ്പടയും ഉണ്ട്. നമ്മൾ ഗോതമ്പിൻ്റെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗോതമ്പ് വെള്ളമൊക്കെ ചേർത്ത് അടയുടെ പരുവത്തിന് അച്ഛൻ തന്നെ മിക്സ് ചെയ്തെടുക്കുവാണ്. അട ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം കേരളീയർ മിക്കവരും ഇത് തന്നെ ചെയ്യുന്നവരാണ്. അടയൊക്കെ ഡെയിലി ഉണ്ടാക്കുന്നവരായിരിക്കും. എനിക്ക് അരിയടയെക്കാട്ടി കൂടുതൽ ഇഷ്ടം ഗോതമ്പടയാണ് കേട്ടോ. ഇനി രണ്ട് രീതിയിൽ അട ഉണ്ടാക്കാമല്ലോ. നമുക്ക് ദോശത്തവയിൽ വെച്ച് ദോശ പോലെ ചുട്ടിട്ട് അതിനകത്ത് ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ മിക്സൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന അടയും ഉണ്ട്. മറ്റൊരു അടയെന്ന് പറഞ്ഞാൽ ഈ അടയെന്ന് പറയുന്നത് ഇഡലി തട്ടിൽ വേവിച്ചെടുക്കുന്നത്, അത് ആവി പുഴുങ്ങിയെടുക്കുന്ന അടയാണ്. പക്ഷെ എനിക്ക് രണ്ട് രീതിയിൽ ഉണ്ടാക്കുമെങ്കിലും ഫേവറേറ്റ് ഇതാണ്. എനിക്കും അനിയത്തിക്കും ഒക്കെ ഇഷ്ടം ഇങ്ങനെ ആവിയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ ആ ശർക്കരയൊക്കെ വെന്ത് കിട്ടുന്നത് പ്രത്യേക ഫ്ലേവറാണ്. ചിലർ ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കും കേട്ടോ ഫ്ലേവറിന് വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ തേങ്ങയും ശർക്കരയും മാത്രമേ ഇടാറുള്ളൂ. പിന്നെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ട് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആഡ് ചെയ്യത്തുള്ളൂ. അങ്ങനെ നമ്മൾ വാഴയിലേക്കകത്ത് നീളത്തിൽ ആ മാവ് തേച്ചിട്ട് നമ്മുടെ മിക്സൊക്കെ വെച്ചു. ഇനി നന്നായിട്ട് വാഴയില മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇഡ്ഡലിത്തട്ടിൽ വെള്ളം വെച്ച് തിളയ്ക്കുമ്പോഴത്തേക്കും ഇത് ഓരോന്നായിട്ട് അടുക്കി വെക്കുക. സംശയം ഉണ്ടായിരുന്നു എല്ലാം കൂടി ഇതിനകത്ത് ഇരിക്കുമെന്ന്. പക്ഷെ ഭാഗ്യത്തിന് എല്ലാം കൂടി അച്ഛനെ എങ്ങനെ ഒപ്പിച്ചു, അച്ഛനാരാ മോൻ, എല്ലാം ഒപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇത് അടച്ച് വെച്ച് സെറ്റാക്കാൻ വെക്കുവാണ്. ഇനി അട ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ഞാൻ എന്തിനാണ് അട ഉണ്ടാക്കുന്ന വീഡിയോ ഇടുന്നത് ചോദിച്ചാൽ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തപ്പോൾ അങ്ങ് ഇടുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എന്നും ബ്രേക്ക്ഫാസ്റ്റിന് ദോശ, ഇഡ്ഡലി, പുട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും മിക്കപ്പോഴും. ഇവിടെ വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ ഈ അടയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം ഇന്ന് അട വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നമുക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് അടയൊക്കെ കഴിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ അടച്ചു വെച്ചിട്ട് കുറേ നേരം കഴിയുമ്പോഴത്തേക്കും ഇത് വെന്ത് വന്നിട്ട് നമുക്കിത് കഴിക്കാം. അങ്ങനെ സ്വാദോടെ നമുക്ക് കിട്ടി കേട്ടോ. അപ്പം ആദ്യം ഞാൻ തന്നെ എനിക്ക് ആക്രാന്തം മൂത്തിട്ട് ഫസ്റ്റിലേ ഉള്ളത് ഞാനങ്ങ് എടുത്തു. അപ്പോൾ അത് ഇച്ചിരി കുഴഞ്ഞ പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. ബാക്കിയൊക്കെ കുറച്ച് നേരം കൂടി വേവാൻ വെച്ചതുകൊണ്ട് വെന്ത് കിട്ടിയായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഈ അട. ഓട്ടടയെന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ടേസ്റ്റി ആയിട്ടുള്ള അട കഴിച്ചു. അപ്പം നിങ്ങൾക്കും അടയൊക്കെ ഇഷ്ടമാണോ? ആണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ.